മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ആഴമേറിയ സ്നേഹബന്ധങ്ങളിലും ആദരവ് നൽകിയ കുടുംബ ബന്ധങ്ങളിലും വിള്ളൽ വീഴ്ത്താൻ കഴിയുന്ന സത്യമാണ് പണവും വിശ്വാസവും. എവിടെയാണോ നിങ്ങൾ കരഞ്ഞത് അവിടെ നിന്ന് ചിരിക്കാൻ പഠിക്കണം. ആരാണോ നിങ്ങളെ പരിഹസിച്ചത് അവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ പഠിക്കണം. നിങ്ങൾ പുറകോട്ട് നോക്കി സങ്കടപ്പെടരുത്. കാരണം നിങ്ങൾക്ക് സഞ്ചരിക്കാനുള്ളത് മുന്നോട്ടാണ്. ഭക്തരെ, നിങ്ങൾ അനുഭവങ്ങളെ പാഠങ്ങളാക്കുക. കാരണം അവയൊക്കെയും പിന്നീടുള്ള ജീവിത പരീക്ഷണങ്ങളിലെ ഉത്തരങ്ങളാണ്. എത്ര പ്രയാസകരമായ ജീവിതമായാലും നിങ്ങൾക്ക് മുന്നേറാൻ കഴിയുന്ന എന്തെങ്കിലും എപ്പോഴും എവിടെയെങ്കിലും ഉണ്ടാകും. നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവരുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയണമെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും മോശം സമയത്തിലൂടെ കടന്നു പോകണം. നിങ്ങളുടെ ആശയങ്ങളിലും വിശ്വാസങ്ങളിലും അടിയുറച്ചു നിൽക്കുക. മറ്റൊരാൾക്ക് വേണ്ടി ഒന്നും മാറ്റേണ്ടതില്ല. ഭക്തരെ, എത്ര തന്നെ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളിൽ കൈകടത്താതിരിക്കുന്നതാണ് ബന്ധങ്ങൾ നിലനിർത്താൻ ഏറ്റവും നല്ലത്. ഏറ്റവും പ്രയാസകരമായ അവസ്ഥയിലും നിങ്ങൾ എവിടേക്കാണ് പുറപ്പെട്ടത് എന്ന വ്യക്തമായ ധാരണ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താം. ഭക്തരെ, സത്യം ഒരിക്കലും ഞാൻ സത്യമാണ് എന്ന് അവകാശപ്പെടുന്നില്ല. ഒരു നുണ എപ്പോഴും ഞാൻ മാത്രമാണ് സത്യം എന്ന് അവകാശപ്പെടുന്നു. നിങ്ങളെ വലിച്ച് താഴെയിടാൻ ആളുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കുക, അവർ നിങ്ങളുടെ പിറകിലാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ സ്വന്തമാണെന്ന് തീരുമാനിക്കുന്ന ദിവസമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ ദിവസം. ഭക്തരെ, ലോകത്തിലെ ഏറ്റവും മികച്ചതും മനോഹരവുമായ കാര്യങ്ങൾ കാണാനോ സ്പർശിക്കാനോ കഴിയില്ല. അവ ഹൃദയം കൊണ്ട് അനുഭവിക്കുക തന്നെ വേണം. പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്കായി ഇല്ലാത്ത പണം ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് മുന്നിൽ പൊങ്ങച്ചം കാണിക്കുന്നതിലൂടെ ആളുകളെ ആകർഷിക്കുന്നു എന്ന് നിങ്ങൾ കരുതരുത്. എന്തെങ്കിലും നേട്ടം പ്രതീക്ഷിക്കാതെ മറ്റൊരാൾക്കും നിങ്ങളെ ആവശ്യമില്ല എന്ന സത്യം മനസ്സിലാക്കുക. ജയിക്കാൻ നിങ്ങൾക്ക് സൗന്ദര്യമോ ശരീരഭംഗിയോ ആവശ്യമില്ല. നിങ്ങൾക്കാവശ്യം കഴിവുള്ള ഒരു മനസ്സും അത് പ്രകടിപ്പിക്കാനുള്ള ധൈര്യവുമാണ്. ഭക്തരെ, ഓരോ മനുഷ്യജീവിതവും അനുഭവങ്ങളുടെയും തിരിച്ചറിവുകളുടെയും ഒരു കണക്ക് പുസ്തകമാണ്. നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയണമെന്നില്ല. എന്നാൽ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാൻ ശ്രമിക്കുക. കിട്ടാത്തതിൻ്റെ പിറകെ പോയാൽ അത് അകന്നു പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് അനിവാര്യമായത് സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. ഭക്തരെ, നിങ്ങളുടെ ഭാവി ആസൂത്രണങ്ങൾ ആരോടും പറയാതിരിക്കുക. അത് ഫലവത്തായ ശേഷം മാത്രം എല്ലാവരോടും പറയുക. ജീവിതത്തിൽ വേദന അനിവാര്യമാണെന്ന ലളിതമായ സത്യം നിങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാവുക. ചില നഷ്ടങ്ങളുടെ വേദന തിരിച്ചറിയുമ്പോഴേക്കും കാലം ഒത്തിരി കടന്നുപോയിരിക്കും. അപ്പോഴേക്കും നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാവുന്നതിലും ദൂരെ ആ നഷ്ടവും അകന്നു പോയിട്ടുണ്ടാകും. ഭക്തരെ, മറ്റുള്ളവർ എന്തു പറഞ്ഞാലും നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക. കാരണം അതിൻ്റെ അനന്തരഫലങ്ങൾ നേരിടേണ്ടത് നിങ്ങൾ തന്നെയായിരിക്കും. ഭക്തരെ, കയറിപ്പോയ പടികളൊന്നും മറക്കാതിരിക്കുക. കാരണം തിരിച്ച് ഇറങ്ങേണ്ടി വന്നാൽ അവ വീണ്ടും ആവശ്യമായി വരും. ഏറ്റവും മികച്ച പോരാളികൾ ദേഷ്യപ്പെടാറില്ല. ശാന്തത പാലിക്കാനുള്ള കഴിവ് ആത്മബലത്തെ സൂചിപ്പിക്കുന്നു. ദേഷ്യം ചിന്താശേഷിയെയും സന്തോഷത്തെയും നശിപ്പിക്കുന്നു. ഭക്തരെ, എന്തിനേയും നേരിടാനായി ഒരു മനസ്സുണ്ടെങ്കിൽ കീഴടങ്ങാൻ തയ്യാറായി ഒരു ലോകം തന്നെ നിങ്ങളുടെ മുന്നിലുണ്ടാകും. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.